Cross-functional teams. Cross-functional teams are not unique to total quality. അവർ ടോട്ടൽ ക്വാളിറ്റിക്ക് വേണ്ടി മാത്രമല്ല, ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. മെയിനായിട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനാണ്. ബട്ട് ആർ ഇൻക്രീസിംഗ്ലി ബിക്കമിങ് മെയിൻ സ്റ്റേ ഓഫ് ക്വാളിറ്റി പ്രോഗ്രാം. ക്വാളിറ്റി പ്രോഗ്രാംസിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദീസ് ടീംസ് ആർ സിമിലർ ഇൻ മെനി വേസ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ടീംസ് ജസ്റ്റ് ഡിസ്കസ്ഡ്. ഡിപ്പാർട്ട്മെൻറ്റ് ടീം പോലെ തന്നെയാണ് ഇവരും വർക്ക് ചെയ്യുന്നത്. ദേ റിസീവ് ട്രെയിനിങ് ഇൻ പ്രോബ്ലം സോൾവിങ്, സോൾവ് പ്രോബ്ലം, ഐദർ ഇംപ്ലിമെൻറ്റ് ഓർ റെക്കമെൻഡ് സൊല്യൂഷൻസ്. ഇവർ പ്രോബ്ലം സോൾവിങ്ങിനും ഐഡൻറ്റിഫൈ ചെയ്യാനും സോൾവ് ചെയ്യാനൊക്കെയാണ്. ദ ഡിഫറൻസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ക്രോസ് ഫങ്ഷണൽ ടീംസ് കം ഫ്രം സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫങ്ഷൻ. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇവർ വരുന്നത്. ഡീൽ വിത്ത് പ്രോബ്ലം ദാറ്റ് ഇൻവോൾവ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ്. ഓരോ ഫംഗ്ഷനിലുള്ള പ്രോബ്ലംസ് ഇവർ ഡിസ്കസ് ചെയ്യുന്നു. ടിപ്പിക്കലി ഡിസോൾവ് ആഫ്റ്റർ ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. അവർ അതിനുശേഷം പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവർ ബ്രേക്ക് ചെയ്യുന്നു. വേറെ ടീമായിരിക്കും അടുത്ത സമയത്ത് നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ടീമായിട്ട് മാറുന്നത്. ഇനി നാച്ചുറൽ വർക്ക് ടീം. നാച്ചുറൽ വർക്ക് ടീംസ് ആർ ഓർഗനൈസ്ഡ് പെർഫോം ടു കംപ്ലീറ്റ് യൂണിറ്റ് ഓഫ് വർക്ക് സച്ച് അസംബ്ലിംഗ് മോട്ടോർ സൈക്കിൾസ്, സർക്യൂട്ടിംഗ് പ്ലാൻസ്, ക്രിയേറ്റിംഗ് സർക്യൂട്ട് പ്ലാൻസ്, പെർഫോമിംഗ് മാർക്കറ്റ് റിസർച്ച് സ്റ്റഡി. ദ യൂണിറ്റ് ഓഫ് വർക്ക് നോ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ടീമാണ്. മോട്ടോർ സൈക്കിൾ അസംബിൾ ചെയ്യുക, സർക്യൂട്ട് പ്ലാൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യം. അതായത് അതിൻ്റെ ഉള്ളിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ഒരു ടീമാണ്. നാച്ചുറൽ വർക്ക് ടീം റീപ്ലേസ് ദാറ്റ് കോംപ്ലിമെൻറ്റ് ദ ട്രഡീഷണൽ ഓർഗനൈസേഷൻ വർക്ക്. അതായത് സാധാരണ ഒരു വർക്ക് ചെയ്യുന്നതിനുള്ള ടീം ഓഫ് മെമ്പേഴ്സാണ് ഇവിടെ വരുന്നത്. യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ടീമോ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ് നാച്ചുറൽ വർക്ക് ടീം. സെൽഫ് മാനേജ്ഡ് ടീം. നെക്സ്റ്റ് വരുന്നത് ആസ് നോൺ ആസ് സെൽഫ് ഡയറക്റ്റഡ് ടീംസ് ഓർ ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പ്സ്, ബ്രോഡ് റെസ്പോൺസിബിലിറ്റി, സിംഗിൾ റെസ്പോൺസ് ടു മാനേജ് ദം. അതായത് ഇവർ നാച്ചുറൽ വർക്ക് ടീമിൽ പെടുന്നത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കും. സെൽഫ് മാനേജ്ഡ് ടീം ആർ എംപവേർഡ് ടു കറക്റ്റീവ് ആക്ഷൻ ആൻഡ് റിസോൾവ് ഡേ ടു ഡേ പ്രോബ്ലം. ഓരോ ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സൂപ്രണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മെയിനായിട്ട് ഇതിലുണ്ടാവുക. ഇൻ ദ ആബ്സെൻസ് ഓഫ് സൂപ്പർവൈസർ, SMT ഓഫൺ ഹാൻഡിൽ ബഡ്ജറ്റിംഗ്, ഷെഡ്യൂളിംഗ്, സെറ്റിംഗ് ഗോൾസ്, ഓർഡറിംഗ് സപ്ലൈസ്. സം ടീംസ് ഈവൻ ഇവാലുവേറ്റ് അനദർ പെർഫോമൻസ് ഹയർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ടീം മെമ്പേഴ്സ്. ഇത് മെയിനായിട്ട് അവരുടെ ഒരു ടീമാണ്. സൂപ്രണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അവരില്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കും അതിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി വെർച്വൽ ടീംസ്. വെർച്വൽ ടീംസ് ആർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വർക്ക് ക്ലോസ്ലി ടുഗദർ ഡെസ്പൈറ്റ് ബീയിങ് ജിയോഗ്രഫിക്കലി സെപ്പറേറ്റഡ്. വെർച്വൽ ടീംസ് ജിയോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ടീമാണ്. വെർച്വൽ ടീംസ് റിയലി മീറ്റ് ഫേസ് ടു ഫേസ്. ദെയർ പ്രൈമറി ഇൻട്രാക്ഷൻ ത്രൂ ടെക്നോളജീസ്, ടെലിഫോൺ, ഫാക്സ്, ഷെയർ ഡാറ്റാബേസ്, കൊളാബറേറ്റീവ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, ഇൻ്റർനെറ്റ്, ഇമെയിൽ, വീഡിയോ കോൺഫറൻസിങ്. അങ്ങനെയായിരിക്കും ഈ ടീമുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. 1998 ഓവർ 8 മില്യൺ വർക്കേഴ്സ് ആർ മെമ്പേഴ്സ് ഓഫ് ദ സച്ച് ടീംസ്. 8 മില്യൺ ആൾക്കാർ ഈ ഇതിനുള്ള മെമ്പേഴ്സ് ആയിട്ടുണ്ട്. വെർച്വൽ ടീംസ് ആർ ബിക്കമിങ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസിങ് ഗ്ലോബലൈസേഷൻ വരുന്നതോടുകൂടി അതിൻ്റെ വെർച്വൽ ടീംസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുകയാണ്. ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആർ ഇൻക്രീസിങ് ഷിഫ്റ്റ് നോളജ് വർക്ക്, ദെൻ ബ്രിങ് ഡൈവേഴ്സ് ടാലൻറ്റ് ആൻഡ് എക്സ്പെർട്ടൈസ്, കോംപ്ലക്സ് പ്രൊജക്ട് ആൻഡ് കസ്റ്റമൈസ് സൊല്യൂഷൻ ടു മീറ്റ് മാർക്കറ്റ് ഡിമാൻഡ്. അതായത് അവർ ഡൈവേഴ്സ് ടാലൻറ്റുകൾ, എക്സ്പെർട്ടുകൾ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. കസ്റ്റമൈസ് സൊല്യൂഷൻ ടു മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് കസ്റ്റമർ സൊല്യൂഷൻസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് വെർച്വൽ ടീംസ് എന്ന് പറയുന്നത്. ഓക്കെ.